കുറവായിട്ട് തന്നെ ഉള്ളൂ. ഇങ്ങനെ കുറച്ച് പേരെല്ലായിടത്തും ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള സജ്ജനങ്ങൾ എന്താ ഇപ്പം ചിന്തിക്കുന്നുണ്ടാവുക? ഇപ്പം ആ സ്വാമിമാരും ആശ്രമങ്ങളൊക്കെ ഇപ്പം അനവധിയില്ലേ? നിങ്ങൾ ആലോചിക്കുന്നില്ലേ? സ്വാമിമാർ അവരുടെ ആശ്രമം ഡെവലപ്പ് ചെയ്യുക അതിനെ കുറിച്ചിട്ടൊന്നല്ല. ഈ ലോകത്തിന് വളരെ ലളിതമായി അവർക്ക് ആചരിക്കാനും മനസ്സിലാക്കിക്കാനും സാധിക്കുന്ന എന്തൊക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും, എന്തൊക്കെ എനിക്ക് അവർക്ക് ചെയ്യാൻ സാധിക്കും, അത്രയും സന്യാസിമാരത്രേ ശ്രദ്ധിക്കുള്ളൂ. അത് വളരെ ലളിതമായിട്ട് അവരതിന് പ്രത്യേക ഒരു പദ്ധതി ഇട്ട് ഒരു വലിയ പ്രൊജക്റ്റ് ഇട്ട് അങ്ങനെയൊന്നും ചെയ്യില്ല. ഇങ്ങനെ ഈ പരോപകാരാർത്ഥം എന്ന സമ്പ്രദായത്തിലേക്ക് എല്ലാം വിട്ട് ആർക്കു വേണ്ടി എന്ന ഭാവത്തിൽ ഈ ശരീരത്തിൻ്റെ ധർമ്മം ഇങ്ങനെ പാലിക്കാം. അങ്ങനെയുള്ള ഈ സന്യാസിമാർ ആ കാലഘട്ടത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് എല്ലായിടത്തും ദുരിതങ്ങൾ കണ്ടപ്പോഴാണ് അവരുടെ മുന്നിലേക്ക് സൂതമഹാശയർ വന്നത്. സൂതമഹാശയർ വരുന്നതിന് മുന്നേ ഈ ശൗനകാദി മഹർഷീശ്വർ എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിരിക്കണ്ടേ എന്ന് പ്രാർത്ഥിച്ച് ബ്രഹ്മദേവന്റെ അനുഗ്രഹം കൊണ്ട് ഒരു ചക്രം ഉരുട്ടി വിട്ടു എന്നാണ്. ആ ചക്രത്തിൻ്റെ പിറകെ പോയിക്കൊള്ളൂ, അത് കുറച്ച് കഴിയുമ്പോൾ ഉടഞ്ഞു പോകും, അവിടെ കലി ബാധിക്കില്ല എന്ന് പറഞ്ഞു അത്രേ. അങ്ങനെ ആ നേമി എന്ന് പറഞ്ഞാൽ ചക്രം ശീർണമാവുക എന്ന് പറഞ്ഞാൽ പൊടിയാവുക, പൊട്ടുക. കുറേ ദൂരം പോയപ്പോൾ അത് നേമി ശീർണമായ ആ സ്ഥലം നൈമിഷാരണ്യം എന്ന് വാക്ക്. പിന്നെ അനവധി അർത്ഥങ്ങൾ അതിൽ കാണും ആ വാക്കിന്. അനിമിഷ ക്ഷേത്രം എന്നും പറയാം. അനിമിഷം എന്ന് പറഞ്ഞ ഒരു നിമിഷത്തിൻ്റെ പകുതി പോലും ഉള്ളത്, അത് മനുഷ്യൻ്റെ ആയുസ്സാണെന്നാണ് പറയാം. ഹൃദയം അങ്ങനെയാണ്, ഏത് നിമിഷത്തിൻ്റെ പകുതിയിലാണ് പോവാന്ന് പറയാൻ പറ്റില്ല. ആ അനിമിഷ ക്ഷേത്രത്തിൽ വെച്ച് സത്രം നടന്നു എന്നാണ് നമ്മൾ ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു ചരിത്രമായിട്ട് ഇത് മനസ്സിലാവും. അത് സഹസ്ര സമമാസതാത്, ആയിരക്കണക്കിന് കൊല്ലം ഈ ശൗനകാദി മഹർഷീശ്വരന്മാർ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ ഇവർ 4 പേര് താമസിച്ചതല്ല. അവർ ഈ കലിയുഗത്തിൽ ജനങ്ങൾക്ക് എന്ത് ഉപകാരം ചെയ്യാൻ സാധിക്കും എന്നവിടെ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴേക്ക് അവരുടെ മുന്നിലേക്ക് ആര് വന്നു? സൂതമഹാശയർ വന്നു. ആരെ? ഈ സൂതരിച്ചു കഴിഞ്ഞാൽ പുരാണ കഥകളിൽ പ്രാവീണ്യം ഉള്ള ആൾക്കാരാണ്. എല്ലാ പുരാണവും പഠിച്ചിട്ടുണ്ടോ? ഇപ്പോൾ സപ്താഹം മാത്രം പഠിച്ചിട്ടങ്ങ് ഇറങ്ങില്ല, എല്ലാ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടോ? വേദം എല്ലാം കുറച്ച്. അങ്ങനെയുള്ള ആചാര്യന്മാർ പലയിടത്തും ഉണ്ടാവും അത്യാവശ്യം. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഈ ശൗനകാദി മഹർഷീശ്വരന്മാർ നമസ്കരിച്ചിട്ട് ചോദിച്ചു, ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ജാനഘ ആഖ്യാതന്യപ്യതീതാനി ധർമ്മശാസ്ത്രാണി അന്യുത യാനി വേദവിദം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണ അന്യേ ച മുനയഃ സൂത പരാവരവിദോ വിദു. അവിടെ കാണാൻ സാധിക്കും ഈ മഹർഷീശ്വരൻ ഈ സൂതമഹാശയനെ നമസ്കരിച്ച് ആ മഹർഷിമാർ ചോദിച്ചു അത്രേ, അല്ലയോ ഗുരുനാഥ, അങ്ങ് വേദവ്യാസ പുത്രനായ ശ്രീശുകനിൽ നിന്നും ധാരാളം സർവവേദേതിഹാസമാണ്, അനവധി ശാസ്ത്രങ്ങളെ ഏറെക്കുറെ എല്ലാം അങ്ങ് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അങ്ങ് നിസാരക്കാരനല്ല, അനവധി അറിവ് അങ്ങേക്കുണ്ട്. അതുകൊണ്ട് അങ്ങ് എന്ത് വേണം? വേത്തത്വം സൗമ്യതത്സർവം തത്വതസ്തദനുഗ്രഹാത്. അങ്ങേക്ക് കനിവുണ്ടാവണം, ഞങ്ങളുടെ സംശയം കുറച്ചുണ്ട്, അത് ചോദിക്കുമ്പോൾ ഒന്ന് പറഞ്ഞു തരാൻ ഒരു കനിവുണ്ടാവണം. ആ ഗുരുനാഥന്മാരോട് ചോദിക്കുന്ന ശൈലി കണ്ടില്ലേ? അത് കഴിഞ്ഞിട്ടെന്ത് ചോദിച്ചു? അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചു കഴിഞ്ഞാൽ തത്ര തത്രാഞ്ജസായുഷ്മാൻ ഭവതാ യദ്യുനിശ്ചിതം പുംസാം ഏകാന്തദശ്രേയ തന്നശംസിതുമർഹസി പ്രായേണൽപായുഷസ്സഭ്യ കലാവസ്മിൻ യുഗേ ജനാഃ മന്ദാസു മന്ദമദയോ മന്ദഭാഗ്യോ ഹ്യുപദ്രുത. വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം. പ്രഥമ സ്കന്ധത്തിൽ ഇവിടുന്നാണ് ആ കഥയുടെ ഭാഗം ആരംഭിക്കുക. എന്താ പറയുന്നത്? പുംസാമേകാന്തത ശ്രേയ. പുംസാമേകാന്തത, പുംസാം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ പരമമായ എന്നർത്ഥം. ഏകാന്തത ശ്രേയ, ഒരേ ഒരു ശ്രേയസ്സിന് എന്താ ഒരു വഴി? ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? മനുഷ്യന്മാരുടെ, ഏത് മനുഷ്യന്മാരുടെ പറയണം? പല യുഗങ്ങളിലും മനുഷ്യന്മാരുണ്ട് ഇത്ര. അതുകൊണ്ട് തന്നെ പ്രായേണൽപായുഷസഭ്യ,
കല അസ്മിൻ യുഗേ ജനാഹ. അസ്മിൻ യുഗേ ജനാഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുഗത്തിലെ ജനങ്ങൾക്ക്, മനുഷ്യന്മാർക്ക് പരമമായ ശ്രേയസ്സിനവർ എന്താ ചെയ്യേണ്ടത്? എന്താ അങ്ങനെ ചോദിച്ചേ? മറ്റുള്ള യുഗങ്ങളിലെ പോലെ അല്ലല്ലോ ഇവിടെ. എല്ലാ യുഗങ്ങളിലും 10,000 1000 ഒക്കെയാണ് വർഷം ആയുസ്സുള്ളത്. കൃതം ത്രേതാ ദ്വാപരം, ഈ 3 യുഗങ്ങളിലും ആയുസ്സിൻ്റെയും വൈരത്തിൻ്റെയും രൂപത്തിലൊക്കെ മാറ്റമുണ്ട്. ഇനി കലിയുഗത്തിലേക്ക് വരുമ്പോഴേക്ക് എന്തായി? 100 വയസ്സാണ് നിശ്ചയിച്ചിട്ടുള്ള ആയുസ്. ഇപ്പം ജ്യോതിഷപ്രകാരം 120 പറയുന്നത്, 120 വയസ്സ് എന്നാണ് പറയാം. ആ ആയുസ്സിനുള്ളിൽ എങ്ങനെ സാധിക്കുന്ന? 1000 വർഷം ജീവിച്ച മനുഷ്യന്മാർ ഭഗവാനെ തപസ് ചെയ്ത് നേടിയിട്ടുണ്ടെങ്കിൽ 100 വർഷം കൊണ്ട് എന്തൊക്കെ നേടണം ഇവിടെ? അങ്ങനെയുള്ളൊരു അതിഗൗരവമായ ചോദ്യം, അതിഗംഭീരമായ ചോദ്യം. നമ്മളൊക്കെ അതിൽ പെട്ടു ആ ഒറ്റ ചോദ്യത്തിൽ, ഇല്ലേ? നമ്മളൊക്കെ ഈ 100ൻ്റെ ഉള്ളിൽ പെട്ടിട്ടുള്ളവരാത്രേ. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ശ്രേയസ് ഇല്ല എന്നുള്ളത് ഇവിടെ അടിസ്ഥാനമായി പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലായില്ലേ? കിട്ടാൻ എന്ത് വേണം എന്ന് തന്നെയാണ് ഇവിടെ ചോദ്യം. ഉണ്ടെങ്കിൽ പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പരമമായ ശ്രേയസ്സിന് എന്ത് വേണം എന്നുള്ള ചോദ്യം ഒന്നാമത്. പിന്നീട് പറയണു, ഈ പല പല കർമ്മങ്ങൾ ചെയ്ത് പലതും ചെയ്ത് കൂട്ടി മനുഷ്യൻ പെട്ടെന്ന് തന്നെ പോവുകയാണ്. ഇവൻ ഈ ജീവിതത്തെക്കുറിച്ച് തിരിച്ചറിയുമ്പോഴേക്കും ഇവന് ആയുസ്സെത്തിയിട്ട് പല അസുഖങ്ങൾ വന്നു, പിന്നെ പല ദുഃഖങ്ങൾ. സത്യത്തിൽ ഈ ദുഃഖിക്കാനായിട്ടാണോ കലിയുഗത്തിലെ മനുഷ്യരുടെ ജന്മം എന്ന് സംശയം തോന്നൂത്രേ. ഒന്നും വേണ്ടത് അറിയുന്നില്ല. ആകെ അറിയുന്നുള്ളത് ദിവാചാർത്തേഹയാരാജൻ കുടുംബഭരണേനവ. കാലത്ത് അറിയുന്നത് ആകെ കാലത്ത് എഴുന്നേക്കണം എന്നറിയാം, അലാറം വെച്ചിട്ട്. എന്നിട്ടോ ജോലിക്ക് പോകണം എന്നറിയാം, 31 ദിവസം പോകുമ്പോൾ അവിടുന്ന് ശമ്പളം വാങ്ങണം എന്നറിയാം. ഇതെല്ലായിടത്തും കൊടുത്ത് സാധനം ഇങ്ങനെ വാങ്ങണം, വീണ്ടും ജീവിക്കണം, വീണ്ടും ഉറങ്ങണം. ഇതന്നെ അറിയുള്ളൂ എന്നാണ്. ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. എല്ലാ തിരുമേനും ടൂറിന് പോകാറുണ്ട്. അത് നിങ്ങളൊന്ന് ചേർന്ന് പോകുന്നില്ലേ? മനസ്സിലായില്ലേ? ഈ മെറ്റീരിയൽ ലൈഫ് തന്നെ നിങ്ങളൊന്നും ആസ്വദിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ലേ? വളരെ ചെറുതായി വരില്ലേ? വീണ്ടും നമ്മൾ ഒതുങ്ങി വരണു ഈ മനസ്സുകൊണ്ട് എന്ന് ഭാഗവത് ഉറപ്പിക്കുക. അതുകൊണ്ട് പറയണു, ഇതിനെന്തൊരു ശാശ്വതമായ പരിഹാരം. കാരണം എന്താ? അതിനുള്ള പരിഹാരം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പണ്ട് ഭഗവാൻ ദേവകീ വസുദേവ പുത്രനായി ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ദുരിതം വന്ന സമയത്ത് ഇങ്ങനെ ഭഗവാൻ ധർമ്മത്തെ കൃത്യമായി ആചരിച്ച് ധർമ്മമൂർത്തിയായി ഇവിടെ ജീവിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഭഗവാന്റെ പരമ്പരയിൽപ്പെട്ടവരും കുറച്ചു പേരൊക്കെ അടുത്ത കാലം വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ആർക്കും അറിയില്ല. എങ്ങനെയാ നിരന്തരം ഈ ദുഃഖത്തിൽ വീഴാതെ പോവുക? അതിന് ഞങ്ങൾക്കൊരു ഉപായം പറഞ്ഞു തരണം. ഞങ്ങളെപ്പോലുള്ള സാധു സന്യാസിമാർ ഈ ലോകത്ത് മുഴുവനൊക്കെ സഞ്ചരിച്ച് പറഞ്ഞോളാം. മനസ്സിലായില്ലേ? ഞങ്ങളെ കൊണ്ടാവും വിധം ഞങ്ങൾ ജനങ്ങളിലേക്ക് അത് എത്തിക്കട്ടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തൊക്കെ അറിയണം? കൃത്യമായി ആ ഭഗവാൻ ആടിയതായ ലീലകൾ എന്തൊക്കെ? ആ ഗുരുവായൂരപ്പനും ബലരാമന്മാർ രാമകൃഷ്ണന്മാരാടിയതായ ലീലകൾ എന്തൊക്കെയാണ്? അതിലേറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണ്? പിന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ ഈ ധർമ്മമാണല്ലോ നമ്മുടെ വിഷയം. അങ്ങനല്ലേ പറഞ്ഞേ? ധർമ്മമൂർത്തിയായ കൃഷ്ണൻ എവിടം വരെ ധർമ്മം ആചരിച്ചു? മരണം വരെയെങ്കിൽ മരണശേഷം ഈ ധർമ്മം എവിടെയാണ്, ആരെയാണ് ആശ്രയിക്കുന്നത്? ധർമ്മത്തെ കൃഷ്ണൻ ആശ്രയിച്ചുകൊണ്ട്, അത് പറയുമ്പോൾ മറ്റുള്ളത് പോലെയല്ല. ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? ധർമ്മത്തെ നമ്മൾ രക്ഷിക്കാം, അപ്പോൾ നമ്മൾ രക്ഷപ്പെടുന്ന. നമ്മൾ രക്ഷപ്പെട്ടിട്ട് ധർമ്മത്തെ രക്ഷിക്കാൻ ഉണ്ടാവില്ല നമ്മൾ. മനസ്സിലായില്ലേ? അപ്പം ധർമ്മത്തെ രക്ഷിക്കലാണ് നമ്മുടെ പണി. സത്യത്തിൽ അതാണ്. അതിങ്ങനെ വളഞ്ഞു പറഞ്ഞേ ഉള്ളൂ. ധർമ്മം രക്ഷിക്കാനും പാലിക്കാനുമാണ് മനുഷ്യജീവിതം എന്നുള്ളൊരു ഉത്തരം അവിടെ അന്നേരം കിട്ടും. അപ്പോൾ ഈ ധർമാനുസൃതമായ ജീവിതത്തിൽ ഭഗവാൻ ജീവിച്ചിട്ട് ആ ധർമ്മം എന്നുള്ളത് എവിടെയാണ് ആശ്രയിച്ച് ഈ ഭൂമിയിൽ ഇപ്പോൾ നിലകൊള്ളുന്നത് എന്ന ചോദ്യത്തിന് അതിനെന്താ അർത്ഥം? ആരാണ് ഇന്ന് ധർമ്മം ആചരിക്കുന്നവർ ഉള്ളത്? മനസ്സിലായില്ലേ? എവിടെ നിന്നാണ് ഞങ്ങൾ ഇനി ഈ ധർമ്മത്തെ ആചരിക്കേണ്ടത്? കൃഷ്ണനാടിയതായ ധർമ്മം ഏതിലാണ് ഉള്ളത്? മനസ്സിലാവില്ലേ? ഇതൊക്കെയാണ് അതിന് ചോദ്യം. ധർമ്മക്കം ശരണം ഗത. കം ശരണം ഗത എന്ന് പറഞ്ഞാൽ ആരെ ആശ്രയിച്ചു, എവിടെ ആശ്രയിച്ചു എന്നൊക്കെ അർത്ഥം. ധർമ്മം മാത്രമാകുമ്പോൾ മനസ്സിലാക്കിക്കോളൂ, ഈ പരസ്പര ആശ്രയത്വം ഇല്ലെങ്കിൽ ധർമ്മം ഇല്ല അവിടെ. മനസ്സിലായില്ലേ?
ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ആശ്രയിക്കലൊക്കെ ഒരു വൺ സൈഡ് അല്ലേ? അയാളങ്ങ് വിട്ടാൽ വിട്ടു, ഇവളങ്ങ് വിട്ടാൽ വിട്ടു, എനിക്ക് വേണ്ട, ഓ തീർന്നില്ലേ? അതത്രേ ആശ്രയുള്ളൂ. അതെല്ലാത്തിലും അത്രയേ ഉള്ളൂ. ഗിവ് ആൻഡ് ടേക്ക്, അതല്ലേ നമ്മൾ മനസ്സിലാക്കി. ഇവിടെ അതില്ല. ആശ്രയത്തിൽ ധർമ്മത്തെ എന്തുണ്ടാവണം. അപ്പോൾ എന്ത് മനസ്സിലാവും? ഒന്നും കൂടി ക്ലിയർ ആയിട്ട്, ധർമ്മം ആചരിക്കാൻ മാത്രമാണ് മനുഷ്യ ജന്മം എന്ന് മാത്രമല്ല, ധർമ്മം മാത്രമേ മനുഷ്യനെ കൊണ്ട് ആചരിക്കാൻ സാധിക്കുള്ളൂ. ശരിയില്ലേ? ശ്രദ്ധിക്കുന്നുണ്ടോ? നമുക്ക് ആ ധർമ്മത്തെ ക്ലിയർ ചെയ്യണം, അത്രയേ കുഴപ്പമുള്ളൂ. ആ ധർമ്മം ഏതൊക്കെയാണ്, എന്തൊക്കെയാണ്? കാരണം എന്താ? അറിവില്ലായ്മയല്ല, തിരിച്ചറിയാത്ത കുറേ പ്രശ്നങ്ങളാണ്. അറിവുണ്ട്, പക്ഷെ ആ അറിവ് നമുക്ക് എന്ത് പറ്റും? കുറച്ച് കൊല്ലം കഴിഞ്ഞിട്ട് പറയുമ്പോൾ എന്നാളൊരു തിരുമേനി പറഞ്ഞു ഇങ്ങനെയാ ചെയ്യേണ്ടത്. അതിപ്പോൾ എല്ലാവർക്കും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 30 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അറിവില്ലായ്മയല്ല. ഇവിടെ ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചെറിയ ചെറിയ സംശയങ്ങൾ നമുക്ക് മാറ്റാൻ സാധിക്കും. അതൊക്കെയാണ് ഭാഗവത്. അല്ലാതെ 7 ദിവസം കൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട ഒരാളുടെ ജീവിതത്തിലെ ശീലം മാറ്റാമോ, ഒരാളുടെ ജീവിതത്തെ നേരെയാക്കാം, അതൊന്നല്ല ഇതിനർത്ഥം. പിന്നെയോ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ തിരുത്തിപ്പോവും. അങ്ങനെയാണ് ഭാഗവതം. അങ്ങനെ ഈ ശൗനകാദി മഹർഷീശ്വരന്മാരുടെ ചോദ്യത്തിന് സൂതമഹാശയർ ഉത്തരം പറയുന്നതാണ് ഇനി 2ാമത്തെ അധ്യായത്തിൽ കാണാം. 1-ാമത്തെ സ്കന്ധം 2-ാമത്തെ അധ്യായം. പുസ്തകമുള്ളവർക്കൊക്കെ അത് നോക്കുകയൊക്കെ ചെയ്യാം. അവിടെ പറയും, ഞാൻ എൻ്റെ ഈ അങ്ങ് ചോദിച്ച ഈ ഉത്തരം എൻ്റെ ഗുരുനാഥനാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ആ ശ്രീശുക ബ്രഹ്മർഷിയെ എനിക്കൊന്ന് സ്മരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞാനിതാ പറഞ്ഞു തരാം എന്ന ഭാവത്തിൽ ആ ശ്രീശുക പരബ്രഹ്മർഷിയെ ഈ സൂതമഹാശയർ അവിടെ വെച്ച് സ്മരിക്കുകയാണ്. യംപ്രൗവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതര ആജുഹാവം പുത്രേതി തന്മയതയാതരവോഭിനേതു തം സർവഭൂതഹൃദയം ആനദോസ്മി. ഏതൊരു ശ്രീശുക പരബ്രഹ്മമൂർത്തിയാണോ ആ ജനിച്ച ഉടനെ തന്നെ അച്ഛൻ വിളിച്ചതായ പുത്ര എന്നുള്ള വിളി പോലും കൂട്ടാക്കാതെ ഈ പ്രകൃതിയിലേക്ക് എല്ലാത്തിൻ്റെയും ഹൃദയത്തിൽ വസിക്കുന്ന ഭഗവത് സ്വരൂപം പോലെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ആ ഒരു ശ്രീശുക പരബ്രഹ്മ ഋഷിയെ ചിന്തിച്ചു, ഹേ ഗുരുനാഥ, ഞാനിതാ അങ്ങ് എനിക്ക് പറഞ്ഞു തന്നതായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ പറഞ്ഞു കൊടുക്കാമെന്നല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞേ? എനിക്ക് എത്ര മനസ്സിലായിട്ടുണ്ടോ അത് ഞാനൊന്ന് പറഞ്ഞു കൊടുത്തോട്ടെ എന്നാണ്. എനിക്ക് എത്ര മനസ്സിലായി എന്നറിയില്ല, അതുപോലെ ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ആ ശ്രീശുക ബ്രഹ്മർഷിയെ മനസ്സുകൊണ്ട് സ്മരിച്ചു. അവിടെ നിന്നും പറയാൻ വേണ്ടി തുടങ്ങി, ഹേ മഹർഷീശ്വരന്മാരെ, അങ്ങ് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് മനസ്സിലായി. അത് ഭവദ്ഭിർ ലോകമംഗള. എന്ത് ചോദ്യമാണ്? ലോകമംഗളാണ്. ഭവദ്ഭിഹി സംഭവിക്കും. ഇന്നിവിടെ ഒരു നിമിത്തമുണ്ട്, അതുകൊണ്ട് എന്തുണ്ടാവും? ഇപ്പൊ നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഇത് എന്തായാലും ഇത് വൈറലാവുന്ന അല്ലേ? ഇതെല്ലാവരും അറിയും. അതിനു വേണ്ടിയിട്ടാണ്. ഇത് നാളെ ആരെങ്കിലും ഇനി ചോദിച്ചുകൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. ലോകത്തിന് ഇനിയും മംഗളം വേണ്ടേ? അപ്പൊ എന്താവും? ഇത്തരത്തിലുള്ള മംഗളകാര്യങ്ങൾ, കർമ്മങ്ങൾ അപ്പപ്പോ പറഞ്ഞു കൊടുക്കണം എന്നാണ്. അങ്ങനെ അത് ലോകമംഗളം ആവട്ടെ എന്ന ഭാവത്തിൽ അവർ പറഞ്ഞു കൊടുത്തു. ശ്രദ്ധിച്ചോളൂ. സവൈവും സാംപരോധർമ്മോ യദോ ഭക്തിരദോക്ഷജേ അഹേതുക്യ പ്രതിഹത യയാത്മാ സംപ്രസീദതി. സവൈവും സാം, എല്ലാവരുടെയും, നേരത്തെ അങ്ങനെയല്ലേ ചോദിച്ചേ, എല്ലാ മനുഷ്യരുടെയും പരമോധർമ്മ, പരമമായ ധർമ്മം, പരോധർമ്മ എന്താണ്? യതഃ, എപ്രകാരത്തിൽ? ഭക്തി അദോക്ഷജ. ആദിനാരായണനിൽ, പൊന്നു ഗുരുവായൂരപ്പനിൽ, കടലായപ്പനിൽ വേണ്ടതുപോലെ മനസ്സ് ചേർക്കാൻ ആർക്ക് സാധിക്കുന്നുണ്ടോ? അതാണ് അതിൻ്റെ ഒറ്റ വാക്ക്. അതിനിപ്പോൾ ആരുടെ ആവശ്യമുണ്ടോ? ഇവിടെ ഇരുന്നാലും നിങ്ങൾക്ക് ആ കണക്ഷൻ കൊടുക്കണമെങ്കിൽ നിസ്വാർത്ഥമായ ആ ഗുരുവായൂരപ്പ കണ്ണാ എന്ന് വിളിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് ഭക്തി എന്ന് പേര്. അപ്പോൾ പിന്നെ ഭക്തി പറയണ്ടല്ലോ. ഇവിടെ അതാ പറഞ്ഞേ, യഥോ ഭക്തി അതോക്ഷജ. ഭഗവാനിങ്കലേക്കുള്ള ഭക്തി നിങ്ങൾക്ക് നിരന്തരമായി ഉണ്ടായാൽ ആ ഭക്തി വേണമെന്ന ബോധ്യം ഉണ്ടാവുക. അറിവല്ല എന്ന് പറഞ്ഞു വീണ്ടും. നമുക്കൊക്കെ ഭക്തി വേണം, ഭഗവാനെ വേണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ അറിയാം. ആ ബോധ്യത്തിൽ ജീവിക്കുന്നില്ല. ആ ബോധ്യത്തിലാവുമ്പോഴെന്താവും?
പല അമ്മമാരും ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞു അഭിഷേകത്തിന് വന്ന ആൾക്കാരാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ എന്താ ആ ബോധ്യമാണ്. എനിക്ക് എൻ്റെ കണ്ണനെ കുളിപ്പിക്കുമ്പോൾ തൊഴുതേ പറ്റൂ, ഇല്ലെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം ഒരു സമാധാനം കിട്ടില്ല. ശ്രദ്ധിക്കുന്നില്ല? അത് വേറൊന്നും കൊണ്ടല്ല, വേറെ ആരോടുള്ള കണക്കൊപ്പിക്കാനൊന്നല്ല. ഈ ബോധം വന്നു കഴിഞ്ഞു, ഇനി അത് മാറ്റാൻ പറ്റില്ല. ഇനി അത് മാറ്റില്ല, അത്ര എളുപ്പമല്ല. അതുപോലെ തന്നെ ഈ അധോക്ഷജനിങ്കലേക്കുള്ള ഭക്തി നിരന്തരം ഉണ്ടാവണം. അപ്പോൾ ഭക്തി എന്താണെന്ന് നമ്മൾ അറിഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ വലിയ കുഴപ്പമാവും. കാര്യം നമ്മളിപ്പോൾ എല്ലാവരും ഭക്തന്മാരായി. ഭക്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ പഠന വിഷയം ഭാഗവതത്തിൽ. ഇപ്പോൾ പ്രത്യേകിച്ച് കലിയുഗത്തിൽ അത് തന്നെയാണ് വേണ്ടത്. ഈ പരമമായ ഭക്തി എന്നുള്ള വിഷയം ഇവിടെ പഠിപ്പിക്കും. അതോടൊപ്പം ഭക്തിയെ തിരിച്ചറിയിക്കുന്ന സ്വതവേ ഭക്തി 3 തരത്തിലാണ് പറയാം. സാത്വിക, രാജസ, താമസ ഭക്തികളാണ്. അതിലിപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് 3 അല്ല. ഏതാണ് പരമമായ ഭക്തി? അതെന്താ പറയാ ആദ്യം, എന്നിട്ട് നമുക്ക് മറ്റുള്ളത് പഠിക്കാം. പരമമായ ഭക്തി, അതായത് ഭാഗവതം ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ഭക്തി ഇല്ലേ? ഇപ്പോൾ ഗുരുവായൂരപ്പനോട് വേണ്ടുന്ന ആ സാധനം എന്താണ്? നിഷ്കാമം നിയതസ്വധർമ്മചരണം. നിഷ്കാമമായി ആ ഭഗവാന് വേണ്ടിയിട്ട് ഭഗവാന്റെ പാദത്തിലേക്ക് അങ്ങ് ലയിക്കുക. സകല കർമ്മങ്ങളും ഭഗവത് അർപ്പണമായി. ഒരു വസ്തു അനങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഭഗവാന്റെ ഓർമ്മയില്ലാണ്ടിരിക്കില്ല. അങ്ങനെയായി ശീലിക്കണം. അതാണ് ഇവിടെ പറഞ്ഞ ഭക്തി. എന്ത് പറയുമ്പോഴും ഭഗവാന്റെ പേര് അതിൽ വരും. അത് പരമമായ ഭക്തി. അതെങ്ങനെയായിരിക്കും? അഹേതുക്യപ്രതിഹതാ ഭക്തി. അഹേതുകീ ഭക്തി, അപ്രതിഹതാ ഭക്തി. കണ്ണന് പ്രത്യേകിച്ചൊന്നും കൊടുക്കൊന്നും വേണ്ട, എനിക്ക് പ്രത്യേകിച്ച് കണ്ണനിൽ നിന്ന് എനിക്കൊന്നും ആഗ്രഹമില്ല. ഭഗവാൻ എന്തെങ്കിലും നിവേദിക്കാനും ഒക്കെ അല്ലേ? പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധമല്ല എൻ്റെ കണ്ണനായിട്ട്. എൻ്റെ കണ്ണൻ അങ്ങനെയാണ്. ആ താതാത്മ്യത്തോടുകൂടി സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് നിഷ്കാമം നിയതസ്വധർമ്മചരണം. ആ ധർമ്മമാണ് ഭഗവത് ധർമ്മം. അതാണ് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞെന്തായി? ഭഗവത് ധർമ്മം ആചരിക്കാനാണ് മനുഷ്യ ജീവിതം എന്ന് നമ്മൾ പറയേണ്ടി വരും എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഭഗവത് ധർമ്മം ഏതാണ്? ഇതാണ്. ഭഗവാനെ, ഈശ്വരനെ സദാ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുക, യോഗീശ്വരന്മാരെ പോലെ എന്നുള്ളതാണ് നമ്പർ 1 ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള മനുഷ്യൻ എന്നുള്ളത്. അതന്നെയാണ്, അതിൽ സംശയമില്ല. യോഗീശ്വരന്മാരാവുക, അതിനെന്ത്? അതാണ് പരമമായ വഴിയെങ്കിൽ ഈ ഭഗവാനെങ്കിലേക്കുള്ള ശ്രദ്ധ ഉണ്ടായാൽ തന്നെ, ഇങ്ങനെയൊക്കെ ഒരു പദ്ധതി ഉണ്ട് കേട്ടോളൂ എന്ന് കേട്ടാൽ തന്നെ തശ്രദ്ധദാനാമുനയോ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്താത്മനി ചാത്മാനം ഭക്ത്യാ ശ്രുതഗൃഹീതയാ. ഈ ഉള്ളിലുള്ള ഈ ഒരു ഭക്തി നമുക്ക് ഉറപ്പിക്കാം. ഈ കൊടുക്കൽ വാങ്ങലല്ലാതെ കണ്ട് എനിക്കെൻ്റെ ഭഗവാനെ വേണം എന്ന തോന്നലോടുകൂടി നിങ്ങൾ നീങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു അത്ഭുതം മനസ്സിലുണ്ടാവും. അവിടെ എന്തുണ്ടാവും? ജ്ഞാനവൈരാഗ്യം എന്നുള്ള 2 അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവും. ഏതൊരു വസ്തു കണ്ടു കഴിഞ്ഞാലും വെറുതെ കയറിയിട്ട് അതിനെ ആലോചിക്കാനോ അതിനെ കയറി ചർച്ച ചെയ്യാനോ അതിലേക്ക് ഇടപെടാനോ ഒന്നും നമ്മൾ കൂട്ടാക്കില്ല. വെറുതെ ഒരു വിഷയത്തിലൊന്നും നമ്മൾ പോകാണ്ടാവും. അതൊക്കെ തന്നെയാണ് തിരിച്ചറിവില്ല, പരമജ്ഞാനാണ്. ഭഗവാന്റേത് എവിടെയെങ്കിലും കിട്ടുന്നുണ്ട്, അവിടെ എന്ത് സഹിച്ചിട്ടും അവിടെ എത്തും. ഒരു നാമം വിളിക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു തിരിവ് നമുക്ക് അവിടുന്ന് വരും, ഒരു മാറ്റം വരും. അതാണ് ഈ ഭക്തി വന്നതിൻ്റെ ലക്ഷണം. ഭൗതികതയിൽ നിന്ന് തികച്ചും മാറും. നമ്മളൊന്നിലും ടെൻഷനല്ല. പഠിപ്പില്ലാത്തതുകൊണ്ടോ നാണോ മാനോ ഇല്ലാത്തതുകൊണ്ടൊന്നല്ലല്ലോ. ഇപ്പോൾ പല ആളും ഫോണൊക്കെ വിളിക്കുമ്പോൾ ടൗണിൽ നിന്നൊക്കെ കാണാറില്ലേ? പലതും കളിച്ചുകൊണ്ടൊക്കെ ഫോൺ വിളിക്കും. കണ്ടിട്ടില്ലേ നിങ്ങൾ? ഹെഡ്ഫോണിൽ ഫോണും വെച്ചിട്ട് ഇതെന്താ ഇവൻ കളിക്കുന്നതെന്ന് മനസ്സിലാവില്ല. കീശയിൽ ഫോണും വെച്ച് ഇങ്ങനെ കെട്ടി നിന്നിട്ട് തിരിയാം. ഇതെങ്ങനെ കാണാറില്ലേ? അയാൾ ഈ ലോകത്തിലൊന്നും അല്ല. അപ്പോൾ ആണോ? ആ ഒറ്റ സംസാരം അത് മാത്രം പോരെ മനസ്സിലാക്കാൻ. അത് ഒരു തരം ഭക്തിയാണ്. ആ ചെവി എന്നുള്ള ഇന്ദ്രിയം കൊണ്ട് തന്നെ അത്രയും പവർ ഉണ്ടല്ലേ? മനസ്സിലായില്ലേ? ഇനി കണ്ണും കൂടി മൂപ്പര് അടച്ചിട്ടുണ്ടെങ്കിൽ എന്തായി? എവിടെയും തട്ടി വീഴുമെന്ന് ചോദിക്കണം. ബസ് സ്റ്റാൻഡിൽ വീഴും. അപ്പൊ ഇന്ദ്രിയങ്ങളാണ് ഇവിടെ ഈ പറഞ്ഞ ഇതിനെ നമുക്ക് കൃത്യമായിട്ട് ഉറപ്പിക്കാൻ സാധിക്കും. ഇന്ദ്രിയങ്ങളാണ് അപ്പോൾ നമുക്ക് ഇനി ചിന്തിക്കേണ്ട വിഷയം. ഭക്തി നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ആരുണ്ടാവണം? പറയൂ. ഇന്ദ്രിയങ്ങളെ നമുക്ക് അറിയണം.
ഇനി അവരുടെ അടുത്താ പോണ്ടേ, ഭക്തി വേണമെങ്കിൽ ഈ കളിച്ചു കൂട്ടുന്ന പരിപാടി മതി. ചന്ദനം തൊടുക, സെറ്റ് കൊണ്ടുകൊടുക്കുക, ഉത്സവത്തിന് പോവുക, ഗാനമേളക്ക് പോവുക, അല്ലേ? ഈ പരിപാടിക്കൊക്കെ ഇത് ധാരാളം നല്ലതാണ്. സെൽഫി ഇടുക, അമ്പലക്കുളം ഇടുക, ഇതൊക്കെ ഇട്ടാൽ തന്നെ ഭക്തിൻ്റെ എണ്ണമൊക്കെ കുഴപ്പമൊന്നുമില്ല. തിരിച്ചറിയണം ഭക്തി എന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൂടി പഠിക്കണം. ഇന്ദ്രിയങ്ങൾ അതും നമ്മുടെ കയ്യിലുള്ള സാധനമാണ്. അതെന്തൊക്കെയാണ്, എങ്ങനെയാണ്, അതിൽ നിന്നും ഭക്തി എങ്ങനെ കിട്ടും, അതിനെ കൊണ്ട് എങ്ങനെ ഭക്തി നേടാം, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ആശ്രമധർമ്മങ്ങൾ പഠിക്കണം. ഓരോരുത്തരും ഇവിടെ ജീവിക്കുമ്പോൾ ഓരോരോ കാലഘട്ടങ്ങളിലുള്ള ജീവിതത്തിൻ്റെ തലത്തിൽ അത് ഓരോരുത്തരുടെ ജന്മം മുതൽ ചിന്തിച്ച് വർണ്ണ ആശ്രമധർമ്മങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാം. അതിനാണെങ്കിൽ സകല കർമ്മഗ്രന്ഥി നിബന്ധനം എന്നാണ്. സകല കർമ്മപാശങ്ങളും നിങ്ങളെ ഇങ്ങനെ വിട്ട് പോകുന്ന കാണാം. നിങ്ങൾ എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കുന്നതും കാണാം. സകല പ്രശ്നങ്ങളും നിങ്ങളിൽ നിന്ന് മാറുന്നതും നിങ്ങൾ എല്ലാത്തിലും മുന്നോട്ട് പോകുന്നതും കാണാം. എവിടെയും നിങ്ങൾ തടസ്സപ്പെടില്ല എന്നാണ് ഭാഗവതം പറയുന്നത്. കാരണം എന്തേ, എപ്പോഴും ഈ പരമാത്മാവാകുന്ന ഈശ്വരൻ എന്ന ആ സത്യത്തെ നിരന്തരം ചേർത്ത് വെച്ചവർക്കാണ് ഈ ഒരു ഗുണം. ചിന്തന്തി കോവിദാതസ്യ കോനുകുര്യ കഥാരതിം ശുശ്രൂഷോ ശ്രദ്ധദാനസ്യ വാസുദേവ കഥാരുചിൻ സ്യാന്മഹത്സേവയാ വിപ്ര പുണ്യതീർത്ഥനിഷേവണാത്. എത്ര പുണ്യതീർത്ഥങ്ങളിൽ കുളിച്ചതിൻ്റെയും 10 ഇരട്ടി ഫലം നിങ്ങൾ ഈ മനസ്സുകൊണ്ട് ഭഗവാനെ ചേർത്ത് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അതുകൊണ്ട് ജീവിതത്തിലുള്ള എന്തെന്ത് ദുരിതങ്ങൾ വന്നത് ഓർത്തിരിക്കാതെ ഈ നിമിഷം തന്നെ എന്ത് വേണ്ടി ചെയ്യൂ, ഭഗവാന്റെ ഭക്തിർഭവതി നൈഷ്ഠി. നിരന്തരം അതിലേക്ക് പ്രാപ്തരാകൂ. നിങ്ങൾ ഭക്തി ഉള്ളവരായിട്ട് മാറും. അതല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല. കാരണം എന്തേ, ഏത് തരത്തിലുള്ളവർക്കും ആ മനസ്സിലെ സകല സംശയങ്ങളും ചേർത്ത് മാറ്റി എല്ലാ തരത്തിൽപ്പെട്ടവനും ഏത് നാനാജാതി നാനാമതസ്ഥരിൽപ്പെട്ടവരും മനുഷ്യരാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന സംശയങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഭിദ്യതേ ഹൃദയഗ്രന്ഥി ചിത്യന്തേ സർവ സംശയാത് ക്ഷീയന്തേ അസ്യ കർമാണി ദൃഷ്ട ഏവാത്മനീശ്വരഃ. നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ആ സംശയം ഇല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അനുഭവം? അതാണ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. ഭാഗവതം നിങ്ങൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സകല കർമ്മപാശങ്ങളും ഈ ലോകപരമായി ഭൗതികതയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ ക്ലേശങ്ങളും അതോടുകൂടി ഇല്ലാണ്ടാവും. അത് നിരന്തരം നിത്യം ഭക്തിയും പരമയാമുത, ഭക്തിയോടുകൂടി ആ നാരായണനെ ഭഗവാനെ ചിന്തിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം എന്ന് പറഞ്ഞു. അത് പറയുമ്പോൾ പറഞ്ഞു, ഇതൊക്കെ നമ്മൾക്ക് ഈ ലോകത്തിനെ എന്താ ഇങ്ങനെ എളുപ്പത്തിൽ നിങ്ങളോട് പറഞ്ഞു തരാൻ കാരണം, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ലോക വ്യവഹാരത്തിലെ ദുഃഖം മാറും എന്ന് പറയുമ്പോൾ ഇപ്പോഴും സംശയമാണ്. അതെങ്ങനെയാപ്പാ നാരായണ വിളിച്ചു കഴിഞ്ഞാൽ കമ്പനിയിലത്തെ കാര്യം നേരെയാവുന്ന ഇല്ലേ? പല കാര്യങ്ങളും ഇപ്പം നാരായണനെയാണ്. നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളൊക്കെ ഇപ്പം നാരായണനെ വിളിച്ചാൽ നേരെയാവുന്നതാണ്. അങ്ങനെയല്ല, ഈ ലോകത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ നാരായണന് വേണ്ടി നാരായണൻ സൃഷ്ടിച്ചതാണ്. നാരായണന്റെ പ്ലാറ്റ്ഫോമാണ് എന്ന് മനസ്സിലാക്കുക. എന്താ അതിനർത്ഥം? നാരായണ പരാ സർവ നാരായണ പരാമഘ നാരായണ വാസുദേവ പരോ യോഗോ വാസുദേവ പരാ ക്രിയ വാസുദേവ പരം ജ്ഞാനം വാസുദേവ പരം ഗത തപഃ. നിങ്ങൾ എന്ത് ജോലി ചെയ്താലും അത് അവസാനം നിങ്ങൾ അറിയപ്പെടും, ഇത് നാരായണന് വേണ്ടി ഉണ്ടാക്കിയതാണ്. മനസ്സിലായി? ഈ സിസ്റ്റം തുടങ്ങിയത് ആരാണ്? നാരായണന് വേണ്ടി. എന്ത് ചിന്ത വന്നോട്ടെ അതൊക്കെ അങ്ങനെ അവസാനത്തിലേക്ക് എത്തും. ഇപ്പോൾ ചിന്തിക്കുന്നത് നമ്മളുടെ കർമ്മവാസനകൾ കൊണ്ട്, നമ്മളുടെ ഇതുവരെയുള്ള അനുഭവങ്ങളെ കൊണ്ട് ബോധം വെച്ചിട്ടൊക്കെ ചിന്തിക്കും. ഇനി ചിന്തിക്കാൻ വേണ്ടി പോകുന്നതൊക്കെ തിരിച്ചറിവ് വന്നിട്ട് ചിന്തിക്കാം. അപ്പോൾ ഇതിനൊക്കെ മാറ്റം വരും. മനസ്സിലായില്ലേ? നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, സാധാരണ വെള്ളമാണ് ഇപ്പോൾ പൈപ്പിലും കിട്ടുക അല്ലേ? കാല് കഴുകാനും പൈപ്പിലാണ്. തിരുമേനി കിണ്ടിയിൽ തരുമ്പോഴേക്കും എന്തായി അറിയൂ? തിരുമേനി ആക്കിയിട്ടുണ്ടാവില്ലേ? തിരക്കിൻ്റെ ഇടയിൽ വിട്ടുപോയില്ലല്ലോ. ഇത് നിങ്ങളുടെ ഒരു സങ്കല്പമല്ലേ അല്ലേ? ഇവിടെ ഇപ്പം അപ്പം കിണ്ടിയിലൊക്കെ കൊണ്ടുത്തരുന്നു. നിങ്ങൾ മൂകാംബിയിൽ പോയിട്ടില്ലേ? ഗുരുവായൂർ പോയിട്ടില്ലേ? അവിടെ 35, 40, 50 ലിറ്റർ വെള്ളം അങ്ങനെ ഉണ്ട്. അതിലേക്കാണ്
തീർത്താക്കുക. അങ്ങനല്ലേ? ആ സങ്കല്പമായില്ലേ? അപ്പോൾ ഒരു തുള്ളി അതിനകത്ത് നിന്ന് കൊയ്ക്കുമ്പോൾ അത് നിങ്ങളും ആ തരുന്നാൾ ഉറപ്പിച്ചില്ലേ പിന്നെ ആർക്കാ കളി? ആലോചിച്ചു. ആ കളി ഇപ്പം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? പറയൂ. ഈ കുടിക്കുന്നവർക്കും അവിടെ ഇരിക്കുന്ന ആൾക്ക്, ഇയാൾക്കിപ്പോൾ എല്ലാ ദിവസവും ഉള്ളതുകൊണ്ട് ഓർമ്മയൊന്നും ഉണ്ടാവണമെന്നില്ല, വെള്ളം ഒഴിച്ചില്ല എന്ന് പറയുന്നിരിക്കുക. നമ്മൾക്ക് എന്തെന്നെയാണെന്ന് പറയൂ. തീർത്ഥം വാങ്ങിയില്ലേ എന്ന് ചോദിക്കാറ്. നമ്പൂരിൻ്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിച്ചോ എന്ന് ചോദിക്കാറുണ്ട്. രാവിലെ കുടിക്കാറില്ല. അതുപോലെ ഈ ഭാവമാണ് മാറ്റേണ്ടത്. അതിനാണ് തിരിച്ചറിവ് പറയുക. ഇതേ തിരിച്ചറിവ് പറഞ്ഞത് അറിവ്, നോളജ് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുക. അറിയുന്ന കാര്യമാണ്. ഇങ്ങനെയല്ലായിരുന്നു, ഇങ്ങനെയാണല്ലേ വേണ്ടതെന്ന്. ഇതിങ്ങനെ പലതും നമ്മൾ തിരിച്ചറിയുന്നേ ഉള്ളൂ. ആണ് പറയണ്ട, പലതും നമ്മൾ അറിയുന്നേ ഉള്ളൂ. പല കാര്യങ്ങളും കേൾക്കുമ്പോൾ ഞാൻ അങ്ങനെയല്ല വിചാരിച്ച് ചിരിച്ചുകൊണ്ട് പറയാറില്ല. ഇത് തന്നെയാണ് സംഭവം. ഭാഗവതം കേട്ട് കഴിയുമ്പോൾ നമുക്ക് അവസാനം തോന്നും ഇങ്ങനെയാണ് ജീവിക്കേണ്ടതല്ലേ എന്നാ. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് സന്തോഷമല്ലേ എന്നാ. കാരണം എന്താ? ഇതുവരെയും നമുക്ക് സുഖം അനുഭവിച്ചിട്ടുള്ള ശീലമൊന്നുമില്ല. എന്നാലല്ലേ നമ്മളിപ്പോൾ തയ്യാറായി രാവിലെ കുളിച്ച് കുറിയും തൊട്ട് സുഖം അന്വേഷിക്കാൻ പോകണ്ടു. സുഖം ഇതുവരെ കിട്ടിയതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. അഥവാ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല കളവ്. നിങ്ങൾ ഇതുവരെ കേട്ടതിലുള്ള ഏറ്റവും നല്ല കള്ളത്തരം ഏതാണ്? സുഖാണ്. ഈ വാക്കല്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പറ്റിക്കില്ലേ? സുഖാണ്, സുഖാണ്. ആർക്കാ സുഖമില്ലാത്ത? ഒരാൾക്കും സുഖമില്ലാത്ത ഇല്ലത്രേ. നിങ്ങൾ ആലോചിച്ചു, സുഖമില്ലാത്ത ആളാണോ? ഇതാണ്. അപ്പൊ സുഖം എന്നുള്ളത് ഇവിടെ സത്യത്തിൽ ആർക്കും കിട്ടിയിട്ടില്ല. അത് കിട്ടിയവർ പിന്നെ ഈ നാട്ടുകാരോട് സുഖമാണോ എന്ന് ചോദിക്കാനോ, സുഖല്ലേ മോൾക്ക് സുഖല്ലേ എന്ന് ചോദിക്കാൻ അവർ നിൽക്കില്ല. സുഖം കിട്ടിയവർ ഇവിടുന്ന് അപ്പോൾ സ്കൂട്ടാവും. പിന്നെ ഈ വ്യവഹാരത്തിലൊന്നും നിൽക്കില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ കളി കളിച്ചോളൂ, എനിക്ക് അതിൽ നിന്നൊന്നും വേണ്ടാണ്ടായി പറഞ്ഞു. ഞാനിതൊക്കെ നേരത്തെ കഴിഞ്ഞു. ഈ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. അതിനെയാണ് ഭാഗവതം പറയുക. അങ്ങനെ നിരന്തരം ഈ ഭഗവാനിങ്കലേക്ക് അഹേതുകയായി കാരണമില്ലാതെ തിരിച്ച് ഭഗവാനിൽ നിന്നൊന്നും വേണമെന്ന് തോന്നാതെ ഉണ്ടാവുന്ന ഭക്തി കൊണ്ട് നമുക്ക് എന്തുണ്ടാവും? ഈ നാരായണനിലേക്ക്, നാരായണൻ നിർമ്മിച്ച ലോകത്തിൽ, നാരായണന്റെ ശരീരമാകുന്ന ലോകത്തിൽ, നാരായണൻ തന്നെയാകുന്ന ലോകത്തിൽ നമ്മൾ ആനന്ദത്തോടുകൂടി രമിക്കും. അങ്ങനെ പരമമായ ആനന്ദത്തിൽ നമുക്ക് രമിക്കാൻ ഈ ഭഗവാന് വേണ്ടിതാണ്. ഭഗവാൻ ഇങ്ങനെ ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ഇടയിൽ പല പല അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. നേരത്തെ ചോദിച്ചില്ലേ എത്ര അവതാരങ്ങളുണ്ടായി, എന്തെന്തൊക്കെ ലീലകളാടി എന്ന് ചോദിച്ചപ്പോഴടുത്ത ഉത്തരം 3-ാമത്തെ അധ്യായത്തിൽ അതിനുള്ള ഉത്തരം ജഗൃഹേ പൗരുഷം രൂപം ഭഗവാൻ മഹദാദിഭി സംഭൂതം ഷോഡശകലം ആദൗ ലോകശുശ്രൂഷയാഃ യസ്യംബസി ശയാനസ്യ യോഗനിദ്രാം വിദന്വദ നാഭിക്രദംബുജാദാസിൽ ബ്രഹ്മ വിശ്വസൃജാമ്പതി. എങ്ങനെയാണ് ഇവിടെ പ്രപഞ്ച സൃഷ്ടി തുടങ്ങിയിട്ടുള്ളത്? ആദിനാരായണൻ അനന്ത കൽപ്പത്തിൽ നിദ്രയിലായിരുന്നു കോടാനുകോടി വർഷം. ആ പ്രളയജലത്തിൽ ഇങ്ങനെ നിദ്രയെ വിട്ട് എഴുന്നേറ്റ് ആ കണ്ണിങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ കിടന്നു ഒരു എത്രയോ കോടി വർഷം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങോട്ട് നോക്കി കിടന്നു, വീണ്ടും കോടി വർഷം ഇങ്ങനെ ഒരു അനക്കമില്ല, കാറ്റില്ല, വെളിച്ചില്ല, ഇരുട്ടില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു ലോകം. അതാണ് ആദ്യത്തെ. അവിടെ ആദിനാരായണൻ മാത്രമേ ഉള്ളൂ. ആ ഇരുട്ട് പോലെയുള്ള ഒരു അത്ഭുത ലോകം. അതിപ്പോൾ ഇരുട്ടാണോ വെളിച്ചാണോ ഒന്നും പറയാൻ പറ്റില്ല, ഇരുട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ലോകത്തിൽ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അവിടുന്നാണ് സൃഷ്ടി. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ നാഭികമലത്തിൽ നിന്ന് നാഭിക്രത അംബുജാദാസീത് ബ്രഹ്മ വിശ്വസൃജാമ്പതി. ഈ വയറ്റിൽ നിന്നുണ്ടായ അംബുജം, താമരത്തണ്ട്, അതിങ്ങനെ വന്ന് അതിൽ ബ്രഹ്മദേവനുണ്ടായി. അവിടുന്ന് മുതൽ ഇങ്ങോട്ട് ഉണ്ടായിട്ടുള്ള എല്ലാം A to Z. ഇപ്പം രാവിലെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അതടക്കം ഇതൊക്കെ ഭഗവാന്റെ സ്വരൂപങ്ങളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എത്രണ്ണായിട്ടുണ്ടാവും? ഇതാണ് ഇതിൻ്റെ കൃത്യം കണക്ക്. സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ ഇങ്ങനെ ചെയ്യാണ് ഈ സിസ്റ്റം. അതെന്താ അതിനൊരു പ്രത്യേകത വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പം ചെലന്തി എന്തിനാ വല നെയ്യാച്ച ചെലന്തിക്ക് ചില ഉദ്ദേശമുണ്ട്. അത് കഴിഞ്ഞാൽ ആ ഉദ്ദേശം അതുപോലെ മാറ്റും. അതുപോലെ ഭഗവാൻ ഇപ്പോൾ ഒരു ഉദ്ദേശം ഉണ്ടോ വെച്ചിട്ടുണ്ടാവായിരിക്കാം, അത്രേ പറയുള്ളൂ. അതൊന്നും ഇപ്പം അങ്ങോട്ട് ചോദിക്കണ്ട. അതിനൊന്നും ആരാളല്ല, നമ്മൾ അത് ആളല്ല. അതുകൊണ്ട് അതിനെന്ത് പറഞ്ഞ വാസുദേവ പരം ജ്ഞാനം. നീ വാസുദേവനെ അറിയലാണ് നിന്റെ പണി. നിനക്ക് അത്രേ പറ്റൂ. പരമാവധി പറ്റുണ്ടാവും. ഒന്നും പറ്റണമെന്നില്ല. പറ്റിക്കഴിഞ്ഞാൽ തന്നെ അത്രേ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പറയണ്ട.
ഒക്കെ നമ്മൾ നോക്കിക്കൊള്ളില്ല. ഇവിടെ കൊല്ലങ്ങളായിട്ട് നമ്മൾ നോക്കുക. ഇതാണ് അവിടുത്തോളം പോയാൽ കിട്ടുക. വാസുദേവനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനപ്പുറം ഇനി പഠിക്കണ്ട, ഇനി അറിവില്ല. വാസുദേവനാണ് ഈ ലോകത്തിൽ മുഴുവൻ എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറം അറിവ് നിങ്ങൾക്ക് കിട്ടില്ല. എന്താ കാരണം? നിങ്ങൾ കിട്ടുന്നതൊക്കെ ഇതിലേക്ക് എത്തുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ഇത് കിട്ടിയെന്ന് മനസ്സിലാക്കിയാൽ മതി. എത്ര ആൾക്കാർ ഏതൊക്കെയോ ആണ് ഈ ലോകം എന്ന് വിചാരിച്ച് നടക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അവരെപ്പോഴെത്തും? കുറേ ജന്മം കഴിഞ്ഞിട്ടെത്തും. വാസുദേവനാണ് ഈ ലോകം എന്നാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഇവിടെ തിരിച്ചറിയേണ്ടത്. ഇങ്ങനെ വാസുദേവന് വേണ്ടിയിട്ട് നോക്കൂ, ഒരു ജന്മം വേണ്ട, ഒരു ദിവസം വേണ്ട, നേരിട്ട് അത് ഉറപ്പിച്ചു തരികയാണ്. അതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ അത്ഭുതം. നാരായണനല്ലാതെ മറ്റൊന്നുമില്ല. നിങ്ങൾ ഏത് വഴിക്കും പോവാം, അതിൽ തെറ്റൊന്നുമില്ല. ഇനിയും കുറേ ജന്മങ്ങളിലൂടെ ജീവിച്ചിങ്ങനെ വന്നോളൂ, നരകിച്ചോളൂ, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നാരായണനെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ നോക്കിക്കോളൂ, ജീവിക്കാനുള്ള ഒരു ഭ്രമം കുറയും. ആനന്ദത്തോടു കൂടി ഇരിക്കുമ്പോഴങ്ങനെ വെറുതെ കുറേ ജീവിക്കാമെന്നല്ല, ഇങ്ങനെ ബ്രഹ്മലയത്തിലുണ്ടാവും. അതിനുവേണ്ടി ഇവിടെ 24ഓളം ഭഗവത് അവതാരങ്ങളെ ഇവിടെ പറയുന്നത് കാണാം. 3-ാമത്തെ അധ്യായത്തിൽ ഓരോ പേരുകളിങ്ങനെ പറയും. ആ ഓരോരോ അവതാരങ്ങളൊക്കെ ഒടുക്കം എന്തു പറയും? അവതരിഷ്യതി എന്നാണ്. കലിയുഗത്തിൻ്റെ മുന്നോട്ടിയായിട്ട് അവിടെ ബുദ്ധനുണ്ടാവും, കൽക്കിയായിട്ട് ഞാൻ അവതരിക്കും എന്നൊക്കെ ഇന്ന് അഡ്വാൻസ് ആയിട്ടും കൂടി ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് എത്രയോ വർഷം മുന്നേ. അങ്ങനെ ഈ അവതാരങ്ങൾ പറഞ്ഞിട്ട് അവിടെ നിർത്തുമ്പോൾ പറഞ്ഞു, ഈ ബ്രഹ്മദേവനിൽ നിന്ന് തുടങ്ങിയതൊക്കെ എൻ്റെ സങ്കല്പ സൃഷ്ടികളാണ്. ഭഗവാൻ അതിന് ഓരോരാളെ കാണാൻ പോകാനും സൃഷ്ടിക്കാനുള്ള ഏർപ്പാടാക്കാനൊന്നും പോയിട്ടൊന്നുമില്ല. ഭഗവാൻ ആ കിടന്ന കിടപ്പിൽ ഇതൊക്കെ നടത്തുകയാണ്. എൻ്റെ കൽപ്പനകളാണ്, എൻ്റെ സങ്കല്പമാണ്. അതിങ്ങനെ ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് അറിയാനും പറ്റുന്നുണ്ട്. ഇതാണ് ഭഗവാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അവിടെ കിടക്കുകയാണ്. അപ്പം ഇനിയും മനസ്സിലാക്കിക്കോളൂ, 24 അവതാരം എന്ന് ഭാഗവതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24 ഒന്നല്ല. അവതാരാഹി അസംഖ്യേയ ഹരേ സത്വനിധേർഗുദ്വിജാഹ. അവതാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 20, 100 100 കോടിയാണോ? അല്ല. ഇന്ന് വരെ നിങ്ങൾക്ക് ഇവിടെ എത്ര സൃഷ്ടികൾ കണ്ടിട്ടുണ്ടോ? എത്ര ചരാചരങ്ങളിൽപ്പെട്ട എന്തെന്തൊക്കെ നേരത്തെ ആദ്യം പറഞ്ഞില്ലേ ഉണ്ട് എന്ന് തോന്നിയിട്ടില്ലേ? ഫസ്റ്റ് പറഞ്ഞില്ലേ? ആ തോന്നൽ എന്തൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ, എത്ര ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? അതൊക്കെ ഭഗവത് സൃഷ്ടിയാണ്. ഇന്നും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യരിപ്പോൾ എല്ലായിടത്തും എത്തിയിട്ടൊന്നുമില്ല, കണ്ടെത്തിയിട്ടില്ല. കണ്ടുപിടിച്ചു എന്നാണ് പറയാമല്ലേ? ഇപ്പോൾ പുതിയ പല രാജ്യങ്ങളിലും പല ജീവജാലങ്ങൾ, ഉദാഹരണം മത്സ്യങ്ങൾ, പക്ഷികളൊക്കെ ഇപ്പോഴും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരപ്പോൾ അതിൻ്റെ ഒരു പേര് ഇവൻ്റെ പേരോട് കൂടിയിട്ട് വിട്ടുപേരും കൂടി ചേർത്തിട്ടും ഇല്ലേ? നമ്മുടെ കുട്ടികൾ ആ പക്ഷിയുടെ പേര് അങ്ങനെ പഠിക്കും. കണ്ടെത്തിയത് ഇവനാണ്. അങ്ങനെയൊക്കെയാണ് പലതാണ്. ഇത് കണ്ടെത്തുന്നതല്ലേ സത്യത്തിൽ, അതവിടെ ഉണ്ടായിട്ടില്ലേ? നിങ്ങൾ ആലോചിച്ചു. ആ പക്ഷിയാണെങ്കിൽ അതിൻ്റെ അമ്മയൊക്കെ ഇവിടെ ഉണ്ടാവണ്ടേ? മനുഷ്യൻ്റെ ഇടയിലേക്ക് ഇത് ആദ്യത്തെ അറിവാണ്. തിരിച്ചറിവ് എന്നാണ് അതിൻ്റെ പേര്. അത് അറിവല്ല, തിരിച്ചറിവാണ്. അതുപോലെ തന്നെ ഈ 24 ഈ ലോകത്തിലുള്ള സകലതും ഭഗവാന്റെ സ്വരൂപങ്ങളാണ്, അംശകലകൾ എന്നാ പറയാം. ഏതേജ അംശകലാപുംസോ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. 28ാമത്തെ ശ്ലോകം വരിക, 3-ാമത്തെ അധ്യായം. അങ്ങനെ നിങ്ങളോട് ഇനി പറയാണ്, 24 100 1000 അനവധി അവതാരങ്ങൾ ഈ ലോകത്തിലുള്ള എല്ലാ സൃഷ്ടികളും ഭഗവാന്റെ അംശാവതാരമാണെങ്കിൽ ഇനി ഒന്നുകൂടി പഠിച്ചോളൂ. അംശാവതാരങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠം എന്നുള്ളത് കൃഷ്ണാവതാരമാണ്. ഏതവതാരമാണ്? ഉറക്കെ പറയും നിങ്ങളെ പേര്. അത്രയുള്ളൂ, കൃഷ്ണാവതാരം. അതെന്താ അതിന് കാരണം? അപ്പൊ എന്ത് പറഞ്ഞു? ബ്രഹ്മദേവൻ മുതൽ ഇന്നിപ്പോൾ കുട്ടികൾ ജനിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ആയിക്കൊള്ളണം, ഭഗവാന്റെ അവതാരമാണ്. സൃഷ്ടികൾ ഇവിടെ എന്തുണ്ടായിട്ടുണ്ടോ, പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാകുന്ന ഓരോ സൃഷ്ടിയിലും ആരുണ്ട് പറയൂ? ഭഗവാൻ ഉണ്ടെങ്കിൽ ഇത്രയും വർഷങ്ങളെ കൊണ്ട് നമ്മുടെ ബോധത്തിൽ തന്നെ ഇപ്പം എത്ര കോടി ഉണ്ടാവണം? അതിലൊക്കെ വെച്ചിട്ട് ഒറ്റ ഒന്നാണ് ഏറ്റവും നല്ലതായിട്ട്. ഏതാ പറയാ? കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. അവതാരങ്ങളുടെ പരമമായ അവതാരം, പരിപൂർണ അവതാരം എന്നതിന് പേര്. എന്താ അതിനർത്ഥം? പൂർണ്ണ കലകളായിട്ടുള്ള അവതാരം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അത് പറയുമ്പോഴൊന്ന് മനസ്സിലാക്കിക്കോളൂ.
ഈ മനുഷ്യാവതാരത്തിലെ പൂർണ്ണാവതാരം വരാൻ സാധിക്കുള്ളൂ ഈശ്വരന്. ഇപ്പോൾ നരസിംഹൻ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ, പിന്നെ എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും പൂർണ്ണത കൈവരില്ല. വരുമോ? വരില്ല. എന്താ അതിന് കാരണം? പൂർണ്ണത എന്നുള്ളത് മനുഷ്യന് മാത്രം ഇവിടെ സാധിക്കുന്നതാണ്. മനുഷ്യൻ എന്നുള്ള ആ പേരിന് മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. മറ്റുള്ള ജീവജാലങ്ങൾക്കൊക്കെ ഉള്ള ഒരു പരിണാമമല്ല ഇതിന് മനുഷ്യനുള്ളത്. മനുഷ്യൻ വന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? ആദിമ മനുഷ്യന്മാരെ ചെറിയ ക്ലാസ് മുതലേ ചിത്രം കാണാറില്ലേ? മുത്തശ്ശന്മാരിങ്ങനെ മണങ്ങി എഴുന്നേറ്റ് പോകുന്നത് കാണില്ലേ? കുരങ്ങന്മാരാണെന്നാ പറയാം, അങ്ങനെയാ പറയാം. കുറേ കാലം മുന്നേ അതിൽ നിന്ന് കുറേ ശതമാനം കുറഞ്ഞു, ഒരു 100 കൊല്ലം കഴിഞ്ഞപ്പോൾ അല്ലേ. നടക്കുന്നവരുണ്ടായി, പിന്നെ മര്യാദക്ക് നടക്കാൻ പറ്റുന്ന കുറേ പേര്. ഇതൊന്നും ഒരു ദിവസം കൊണ്ടായിരിക്കും തോന്നില്ല, കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. അങ്ങനെ മാറി മനുഷ്യൻ്റെ രൂപം അങ്ങനെ വന്നതാണ് അത്രേ, അങ്ങനെ പറയുന്നത്. പക്ഷെ സ്വഭാവം ചിന്തിക്കണം. ഇനി എവിടെയാണ് പഠിക്കണ്ടേ? ജീവികളായിട്ട് വന്ന മനുഷ്യരങ്ങനെയല്ല. ആദിമ മനുഷ്യർ കനികളൊക്കെ ആയി ഇന്നിപ്പം പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ടേ കഴിക്കുള്ളൂ. ഇത് അത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് പറയാം. ഇതൊക്കെ ഏതിൻ്റെ മാറ്റമായിരുന്നു? ബോധം വന്നതിൻ്റെ മാറ്റമാണ്, തിരിച്ചറിവ് വരാൻ തുടങ്ങി. ഇതെന്തിനാ ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കാൻ കാരണം? നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ട് അങ്ങ് നിൽക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നു മനുഷ്യനായി എന്നാണ്. നമ്മൾ മെറ്റീരിയൽ ലൈഫിലേക്ക് നോക്കിയാൽ ഭൗതിക ജീവിതത്തിൽ നമ്മൾ വളരെ ഫിറ്റായിരിക്കാം, വൃത്തിയോടുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുക ഇല്ലേ? അതൊക്കെയല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്? ആയില്ല. മനുഷ്യൻ്റെ ഭാവം മുഴുവനായിട്ടാവണം, സ്വരൂപം കൊണ്ടായിട്ട് ആയില്ല. അത് കുറഞ്ഞു വരുമ്പോഴെന്തുണ്ടാവും? അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള സാമൂഹിക വിഷയങ്ങളിലും മറ്റും നിങ്ങൾ നോക്കിയാൽ മതി. ഓരോരുത്തരുടെ ഇടയിലുള്ള പല അക്രമങ്ങളും വിഷമങ്ങളും നിങ്ങൾ നോക്കിയാൽ മതി. അതൊക്കെ മൃഗത്വ വാസനയാണ്. മനുഷ്യന്മാർ തമ്മിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം എല്ലാ യുഗങ്ങളിലും മനുഷ്യ ശരീരം കൊണ്ടുള്ളവരുണ്ട്. മനുഷ്യത്വം പ്രാപിക്കുന്നവർ വളരെയധികം കുറവാണ്. മനുഷ്യത്വം പ്രാപിച്ച് നന്മയാണ് മനുഷ്യത്വത്തിൻ്റെ ലക്ഷണം. അതാണ് നമ്മൾ നേടേണ്ടത്. നന്മ നേടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എന്ത് പേര് കിട്ടുന്നു കേട്ടിട്ടുണ്ടോ? മനുഷ്യൻ എന്നുള്ള പേരിൽ അറിയില്ല. അറിയുന്നുണ്ടോ? അമൃതാനന്ദമയി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയതാ? കാര്യം മനസ്സിലായി. സായിബാബ എന്ന് പറയുമ്പോൾ എന്താ തോന്നുന്നത്? അവരെന്താ പറയാ? നിങ്ങൾ പറയും. ലോകം എന്താ എന്ന് പറയുന്നത്? എങ്ങനെ പറയാം? ദൈവം തന്നെയല്ലേ പറയുന്നത്? ദൈവത്തിൽ പറയാം. അതാണ് ഈ ഭാരതത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്കുള്ള ഒരേ ഒരു പ്രത്യേകത. മനുഷ്യൻ ആരായിട്ട് മാറും? പറയൂ. ഈശ്വരനായി മാറാൻ സാധിക്കുന്ന ഒരേ ഒരു ഇടം ഇവിടം മാത്രമാണ്. അതുകൊണ്ടാണ് മനുഷ്യ ജീവിതത്തിൽ പൂർണ്ണത കിട്ടാൻ സാധ്യതയുള്ള ഒരേ ഒരു ഇടം ഭാരതം. ഇത് കൃത്യമായിട്ട് ഭാഗവതത്തിൽ ഇനി നാളെ മുതൽ പറയും. ഇവിടെ ജീവിച്ചിട്ടുണ്ടെങ്കിലേ ഇതിന് സാധ്യതയുള്ളൂ. കാരണം എന്തേ? ഇവിടെ ഈ തരത്തിൽ മനുഷ്യനെ ദൈവമായിട്ട് കാണാൻ സാധിക്കുന്നത് നമ്മുടെ നാട്ടുകാർക്കേ പറ്റുള്ളൂ എന്നാണ്. മാനവസേവ, മാധവസേവ. ക്ഷേത്രങ്ങളിൽ നമ്മൾ ഇന്നും ഒരുപാട് വഴിപാട് ചെയ്ത് ഒരുപാട് സ്വീഭൂതി കഴിക്കുമ്പോഴും ഇന്നും ലക്ഷക്കണക്കിന് ആൾക്കാർ പാവങ്ങളെ സഹായിക്കലും അത്ര ഈശ്വര പൂജയെ ചെയ്യുന്ന അനവധി ആൾക്കാരുണ്ട്. 1ഉം 2ഉം നല്ല. ഒരു ക്ഷേത്രത്തിലും അവരധികം കൊടുക്കുന്നില്ല. പക്ഷെ പാവങ്ങൾക്ക് ഭക്ഷണത്തിനും മറ്റുള്ളതിനും ഒക്കെയാണെങ്കിൽ എന്തും കൊടുക്കും. അതുതന്നെയാണ് മാനവസേവയാണ്. പരസ്പരം ഈ ഒരു ഏകത്വ ഭാവത്തിലെത്തുക. ഇതാണ് ഭാഗവത ധർമ്മം. അതിന് നമുക്ക് ഒന്നിച്ചിട്ട് ഒരേപോലെ നമുക്ക് ഈ ലോകം മുഴുവൻ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു വിഷയം ഭഗവാനെ ചിന്തിക്കുന്ന സമയമാണ് എന്ന് ഉറപ്പിക്കുക. മറ്റൊരു വിഷയത്തിലും നമുക്ക് ചേർന്നിരിക്കാൻ അധിക നേരം സാധിക്കില്ല. അങ്ങനെ ഈ ഭഗവത് ധർമ്മം മാത്രമേ കലിയുഗത്തിൽ മനുഷ്യന്മാരെ കൊണ്ട് ഒരുമിച്ച് ദീർഘനാൾ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നും അത് ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യന്മാർ പരസ്പരം തഥാ ശാന്താഹ നിർവൈരാഹ സമദർശിനഃ. എന്താ അവരുടെ ക്വാളിറ്റി ഉണ്ടാവുക? ഈശ്വരനായി മാറി. അവർക്ക് ആരോടും വൈര്യ ഇല്ല, പിന്നെ ഒന്നിനോടൊരു വാശിയില്ല. സമദർശിനഃ. പ്രായം കുറവെന്നോ അറിവ് കുറവെന്നോ നിറം കുറവെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും മനുഷ്യരാണ് എന്നെ പോലെ. അതിലപ്പുറം എന്ത് ഈശ്വരീയത്വം വേണ്ട നമുക്കൊക്കെ ആലോചിച്ചു. ആ ഒരു ഭാവം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ, നമ്മുടെ ലോകത്തിനുണ്ടെങ്കിൽ എത്ര മനോഹരമാവും ഇല്ലേ?
ഇന്ന് നമ്മുടെ സമൂഹത്തിലെ കുട്ടികളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? എത്ര അക്രമങ്ങളാ! രാവിലെ പത്രം വായിക്കാതിരിക്കല്ലേ ഇപ്പം നല്ല പറയൂ. ഏത് തരത്തിലുള്ള അഭ്യാസങ്ങളാണ് ഇന്നിപ്പോൾ ഏത് നാട്ടിലാണ് ഇല്ലാത്തത്? എൻ്റെ വീട്ടിലില്ല, അയൽവക്കത്ത് വരെ എത്തിയിട്ടുണ്ട്, അത്രത്തോളം. എന്നിട്ടും നമ്മൾ എവിടെയോ ഒതുങ്ങിയിരിക്കുകയാണ്. ഭയമാണ് എപ്പോഴും. കാരണം എന്തേ? മനസ്സെന്താവുന്നത് പറയാൻ പറ്റുന്നില്ല. ആർക്കും സമാധാനമില്ല. കുട്ടികൾക്ക് പോലും തിരിച്ചറിവ് കിട്ടുന്നില്ല. എന്തു വേണ്ടു എന്ന് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. നന്മ എന്നുള്ളത് കുട്ടികൾ പേപ്പറിൽ പോലും വായിക്കുന്നില്ല. സ്കൂളിൽ പോലും ഒന്ന് എഴുതി പഠിക്കാനുള്ള അവസരം പോലും ഇല്ല. പിന്നെ എങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് ഒരു സമാധാനം കിട്ടും? ആർക്കൊക്കെ എത്ര കുട്ടികളെ ഇന്ന് ചെറിയ 8ാം ക്ലാസ് 9ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴേക്ക് എത്ര ആൾക്കാർ തമ്മിലാണ് വിഷമങ്ങൾ, എത്ര പ്രശ്നങ്ങളാണ്. ലോകം ഒരു ഭാഗത്ത് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഭാഗവത് ഇതിനുള്ളിലിരുന്ന് നമ്മളിത് കേട്ടിട്ടൊന്നും കാര്യമുണ്ടോ? നമ്മളൊക്കെ അവിടെ വ്യവഹരിക്കുന്ന ആളല്ലേ. ആനുകാലിക പശ്ചാത്തലത്തിൽ വേണം ഈ ഭാഗവതം കേൾക്കാൻ. പിറകിലിങ്ങനെ സ്ക്രീനിൽ ഓടണം നമ്മുടെ കുട്ടികൾ, നമ്മുടെ നാട്, നമ്മുടെ സമൂഹം, നമ്മുടെ സംസ്കാരം. ശ്രദ്ധിക്കുന്നില്ലേ? ഇത് നമുക്ക് കുറച്ച് പേർക്ക് മാറിയിരുന്ന് ആരും കാണാണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കളിക്കാനുള്ളതല്ല. ഇത് നമ്മുടെ ലോകം മുഴുവൻ ഉണ്ടാവണം എന്നാണ്. അതാണ് ഭാഗവത ധർമ്മം. ഇത് ഒരാൾക്കല്ല, ഇതെല്ലാവർക്കും. അങ്ങനെയല്ലേ ആചാര്യം പറഞ്ഞേ? ഇവിടെ